ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മികച്ച ഓർമ്മശക്തിയും അതുപോലെ തന്നെ സ്ട്രോങ് ആയ ഒരു ബ്രെയിനും കിട്ടും. ഓർമ്മക്കുറവൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് വന്ന ഒരു കാര്യം മാത്രമാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് മീനിങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ പറയുന്നത്, ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്തേ പറ്റുമല്ലേ, പക്ഷെ കഴിയും വിധത്തിലൊക്കെ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ നമ്മുടെ ഫോക്കസ് കൂടുന്നതായിട്ടും കോൺസെൻട്രേഷൻ കൂടുന്നതായിട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നമ്മളൊക്കെ മനുഷ്യരാണ്. 7-8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയേ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. അത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടാനായിട്ട് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് നല്ല ഫുഡ് കൊടുക്കുക. ഒമേഗ 3യും ആന്റി ഓക്സിഡൻസും ലീഫി ഗ്രീനും. നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ നെസസറി ആണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കാം. നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ചലഞ്ച് ചെയ്യുക. പസിൽസ്, അതുപോലെ തന്നെ റീഡ് ചെയ്യുന്നത്, ഗെയിംസ്, ബ്രെയിൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നത്, അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വളരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി എടുക്കും. പിന്നെയോ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വഴി മികച്ച ഓർമ്മശക്തി നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ.